ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ വീക്ക്ലി വൺസ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുക്കിലേക്ക് അടിച്ച് ഒന്ന് തുടയ്ക്കണമൊക്കെ, പിന്നെ ഷീറ്റൊക്കെ ഒന്ന് മാറണം. ഇവിടെ ഒരാൾ ഭയങ്കര മേക്കപ്പാണ്, കാണിച്ചു തരാം. തന്നെ പോയി പൊട്ടൊക്കെ തൊട്ടതാണ്. സുന്ദരി ആയല്ലോ. ഓക്കെ, അപ്പം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. തുണിയെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുവാണെന്ന്. ഷീറ്റൊക്കെ മാറ്റണം, കർട്ടൻസ് ഒക്കെ നൂരി കഴുകണം. അപ്പം കുറച്ച് പരിപാടികളുണ്ട്. ഇതെല്ലാം തീർത്തിട്ട് എനിക്ക് തനുവിനെ പഠിപ്പിക്കണം. എനിക്ക് കുറേ എഴുതാനും വായിക്കാനും ഉണ്ട്, അത് ചെയ്യണം. അപ്പം ആദ്യം ഇതങ്ങ് നടക്കട്ടെ എന്ന് വെച്ചു. ഞാൻ റൂം കാണിച്ചു തരാം. കണ്ടില്ലേ ഒരാൾ അവിടെ നിൽക്കുന്നത്? ഇത് തയ്യൽ മെഷീനാണ്. തുണികളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇതിരുന്നാണ് ഞാൻ പഠിക്കുന്നത്. അതെൻ്റെ ബുക്സാണ്. ഇതെല്ലാം ഒന്ന് ഈ കർട്ടനെല്ലാം ഊരി ഒന്ന് കഴുകണം, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം അതൊക്കെയാണ് നമ്മുടെ പണി. അപ്പം ഞാൻ അങ്ങനെ ആദ്യം തന്നെ കർട്ടൻ എല്ലാം ഊരി കഴുകാമെന്ന് വെച്ചു. കർട്ടൻ അലക്കിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടായിരുന്നു. കർട്ടൻ അങ്ങനെ എപ്പോഴും ഊരി കഴുകാറില്ല, മാസത്തിൽ 1-2 ഞാൻ കഴുകാറുള്ളൂ. പിന്നെ എല്ലാ ആഴ്ചയിലും ബെഡ്ഷീറ്റ് മാറ്റും. പിന്നെ ഈ കർട്ടൻ്റെ അടിയിൽ എന്താ വേറെ തുണിയും ചോദിച്ചാൽ, ഈ കർട്ടൻ ഇട്ടാലും ഭയങ്കരമായിട്ട് വെട്ടം അവിടുന്ന് വരും, സൂര്യൻ്റെ. അപ്പം നമുക്ക് പകലാണെങ്കിലും ഉറങ്ങാനൊന്നും പറ്റത്തില്ല, ഭയങ്കര വെട്ടം കാരണം. അപ്പം ഞാൻ വേറൊരു കർട്ടൻ കൂടെ അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ വെക്കാനായിട്ടുള്ള ഒരു ഇതില്ല. ഞാൻ മറ്റേ കർട്ടൻ തന്നെ വള്ളി കെട്ടി ആണി അടിച്ചിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് മറ്റേ കർട്ടൻ കയറ്റി ഇടാനുള്ള പൈപ്പ് അവിടെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കർട്ടനും കൂടെ ആ വള്ളിയിൽ ഹാങ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര വെയിറ്റ് ഉണ്ട് ഈ ഒരു കർട്ടന്. അപ്പോൾ ഞാനത് ജസ്റ്റ് തയ്ച്ചിട്ട് കൈകൊണ്ട് തയ്ച്ചിട്ട് ആ കമ്പിയിലോട്ട് വെക്കുമായിരുന്നു ചെയ്തത്. കാരണം 2 കർട്ടനും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് നിൽക്കും, അപ്പോൾ ഒത്തിരി വെട്ടം അകത്തോട്ട് വരത്തില്ല. അപ്പം ഞാൻ ആദ്യം കർട്ടനെല്ലാം ഊരി പിന്നെ ജനലിലൊന്ന് തുറന്നിട്ടു, നല്ല ഫ്രഷ് എയർ കയറിക്കോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഈ ജനലിൻ്റെ അവിടെയൊക്കെ ചെറിയ ചുക്കിലിയുണ്ട്. ഇനി നമുക്ക് ചൂലെടുത്തിട്ട് വന്ന് ഈ ചുക്കിലി എല്ലാം ഒന്ന് അടിക്കണം. കാരണം എൻ്റെ പുറകെ നിൽപ്പുണ്ട്, ആൾക്കൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുടെ കൂടെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. ഞാൻ വേറെ സ്റ്റെപ്പും അവൾ വേറെ ഏതോ ഒരു സ്റ്റെപ്പാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള മെയിൻ സ്റ്റെപ്പാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞത് ഇവിടെ. എന്നിട്ട് ജനലിലെ കർട്ടനൊക്കെ മാറ്റിയപ്പോൾ ആൾക്ക് നല്ല സുഖമായി ജനലിൽ വലിഞ്ഞു കയറാൻ. ഞാനത് പറയുമായിരുന്നു, ജനലിൽ വലിഞ്ഞു കയറരുത്, താഴെ വീഴും. അങ്ങനെ ആദ്യം തന്നെ ക്ലീൻ ആക്കാൻ പോകുന്നത് തനുവിൻ്റെ കൊട്ടയാണ്. ഇത് തനുവിന് എനിക്ക് തോന്നുന്നു കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു കൊട്ട കാണും. കാരണം തനു ഉണ്ടായ സമയത്ത് തനുവിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് മേടിച്ചൊരു കൊട്ടയാണ് ആ കൊട്ട. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മേടിച്ച കൊട്ടയാണ്. അപ്പോൾ തനുവിൻ്റെ കുഞ്ഞിലത്തെ ഡ്രസ്സെല്ലാം അതിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പഴയതും പുതിയതുമായിട്ടുള്ള കുറേ ഡ്രസ്സുണ്ട്, കുറേ മൂട് കീറിയ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അത് കീറിയത് കൊണ്ട് മാത്രമല്ല, അതെല്ലാം ആൾക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും ഇതെല്ലാം ഒന്ന് മാറണം, ആളുടെ കൊട്ടയിൽ നിന്ന് വേണ്ടുന്നതും വേണ്ടാത്തതും തമ്മിൽ മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും ഇപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടിയത്. ഈ കൊട്ടയിലെ തുണി എടുത്ത് ഞാൻ കട്ടയിലോട്ട് കമത്തിയത് കൊണ്ട് തന്നെ തനുവിനെടുത്ത് ചാടാൻ നല്ല സുഖമായി. അതായത് തലേണൊക്കെ അടുക്കി വെച്ചിട്ട് ഈ തുണി കൂമ്പാരമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തലേണയുടെ പുറത്തുനിന്ന് ഈ തുണിയുടെ പുറത്തോട്ട് എടുത്ത് ഡൈവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തനു മാത്രമല്ല, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ തുണി അലക്കിയിട്ട് കൊണ്ട് കസാരയിലോ കട്ടിലോ വെക്കുമ്പോൾ എൻ്റെയും സ്ഥിരം പരിപാടി ഇതായിരുന്നു. പിന്നെ ഈ തുണിയെല്ലാം മടക്കി വെക്കാൻ എടുത്തപ്പോഴാണ് ഞാൻ പല തവണ തപ്പിയിട്ടും കിട്ടാത്ത നിക്കറും ഉടുപ്പൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നത്. ചില ഉടുപ്പെല്ലാം കണ്ടപ്പോൾ ഇത് തനുവിൻ്റെ തന്നെ ആണോ എന്ന് ഞാൻ ഓർത്ത്, കാരണം ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നു പോയിരിക്കണു. പിന്നെ തനുവിന് 28ൻ്റെ സമയത്ത് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ അവിടെയും കുറേ ഡ്രസ്സ് അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴും തന്നെ കുറേ ഡ്രസ്സൊക്കെ, അതായത് 1-ാം പിറന്നാളിലൊക്കെ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല, കാരണം ആൾ പെട്ടെന്നാണ് നീളം വെച്ചത്. എന്നാലും ആളുടെ 1-ാം പിറന്നാളിൻ്റെയൊക്കെ ഡ്രസ്സ്
ഇപ്പോഴും പാകമാകുന്നതൊക്കെ ആൾ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ചാടി മറിഞ്ഞൊക്കെ കഴിഞ്ഞ് തുണിയുടെ മണ്ടയ്ക്ക് കുറച്ച് നേരം കിടക്കും, പിന്നെയും ചാടും. ഇത് തന്നെയാണ് പണി. അങ്ങനെ ആളുടെ കൊട്ടയ്ക്കകത്ത് ഇരുന്ന് വേണ്ടുന്നതും വേണ്ടാത്ത ഡ്രസ്സെല്ലാം ഞാൻ വേർതിരിച്ചെടുത്തു. കർട്ടനെല്ലാം ഊരി ഞാൻ കൊണ്ട് സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചു. പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ പുറത്ത് കിടന്ന തുണിയെല്ലാം എടുത്ത് മാറ്റി, അതായത് വേണ്ടുന്ന അലക്കിയതൊക്കെ എടുത്ത് ഞാൻ മടക്കി വെച്ചു. പിന്നെ കട്ടിലിൻ്റെ പുറത്ത് കുറച്ച് തുണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അലക്കുന്ന എടുത്ത് പിന്നെ ഉണങ്ങിയതൊക്കെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി, അലക്കുന്ന എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് കട്ടിലൊക്കെ ഒന്ന് കുടഞ്ഞു. ഈ സമയത്ത് ഞാൻ ചുക്കിലി അടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നിട്ട് കാരണം തനുവിനെയെല്ലാം ഞാൻ വെളിയിൽ ഇറക്കി കണ്ണിലോ മൂക്കിലോ പൊടിയൊക്കെ അടിച്ചാൽ തുമ്മുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി. അപ്പോൾ ചുക്കിലിയെല്ലാം അടിച്ചിട്ട് ഞാൻ കട്ടിൽ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇച്ചിരി മടി കൂടുതലാണ്. പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചാൽ എനിക്ക് അതിൻ്റെ പുറത്ത് കിടന്നൊന്ന് ഉറങ്ങണം. പക്ഷേ ഇനിയും കുറച്ചുകൂടെ പണി ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങാനൊന്നും നിന്നില്ല. ഈ സമയത്ത് പുറത്ത് നല്ല മഴക്കാറായിരുന്നു. ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് അടുത്ത പണിയിലോട്ട് പോയപ്പോഴത്തേനും നല്ലൊരു മഴ പെയ്തു. അപ്പം പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങണമെന്നൊക്കെ എനിക്ക് തോന്നി, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. എന്നിട്ട് ബെഡ്ഷീറ്റെല്ലാം വിരിച്ചു, തലേണ കവറൊക്കെ ഇടുകയാണ്. പുതിയ തലേണ കവറൊക്കെ ഇട്ടു. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ടേബിൾ ഒന്ന് വൃത്തിയാക്കണം. ബാക്കി ഞാൻ പെരയ്ക്കകം തൂത്തുവാരി ചുക്കിലി അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചത്, അല്ല ഇതിൻ്റെ അകത്തോട്ട് പൊടി വീഴും. പിന്നെ തയ്യൽ മെഷീൻ്റെ പുറത്ത് കിടന്ന് അലക്കുന്ന തുണിയെടുത്ത് മാറ്റി, എന്നിട്ട് ഉണങ്ങിയ തുണിയെടുത്ത് മടക്കി വെച്ചു. ഇനി കട്ടിലും കൂടെ വിരിച്ച് ഞാൻ പഠിക്കുന്ന ടേബിളും കൂടെ വൃത്തിയാക്കിയാൽ പണിയെല്ലാം കഴിഞ്ഞു. ആശ്വാസമായി നല്ലൊരു കുളിക്കും. ഇങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു, പുതിയ തലേണ കവറൊക്കെ ഇട്ടു. അത് ഏകദേശം അതെല്ലാം ഒന്ന് റെഡിയായി. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ വെക്കുന്ന ഒരു മെയിൻ സാധനമാണ് ഈ പാവക്കുട്ടി. ഇത് തനുവിന് 1ാം പിറന്നാളിന് ചേട്ടൻ്റെ കൂട്ടുകാർ ആരാ കൊടുത്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ചേട്ടൻ്റെ കൂട്ടുകാർ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്താണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ ഈ പുള്ളിയുണ്ട്. വലിയൊരു പാവയായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് തനു ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനാണ് ഉപയോഗിക്കുന്നത്. ഞാനിത് അവർക്ക് കൊടുക്കത്തേ ഇല്ല. എപ്പോഴും എൻ്റെ സൈഡിലാണ് ഞാനിതിനെ വെക്കുന്നത്. ഓക്കെ, അതിനെയും വെച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഫുള്ള് വൃത്തിയാക്കിയതിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല, ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.